ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിൽ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് മൈദ, കുറച്ച് ബട്ടർ, ഉപ്പ്, മുട്ട, കുറച്ച് പാല്, കുറച്ച് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഓയിൽ ഉപയോഗിക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം മൈദ ഇതിനകത്തോട്ടിടുക. ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക, ബട്ടർ ഒഴിക്കുക, നന്നായി മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് പാലൊഴിക്കുക, കുറച്ച് ഉപ്പിടുക, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. കുഴയ്ക്കുക. ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഇത് നന്നായിട്ട് കുഴയ്ക്കുക. ഈ ബട്ടറിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പൊടി നന്നായി കുഴച്ചതിന് ശേഷം ഇതൊരു കുറച്ച് നേരം മൂടി വയ്ക്കുക. 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇത് ബോൾസാക്കി വെക്കുക. ഇത് ഓരോന്നും പരത്തിയിട്ട് ഒരു പ്ലേറ്റിന് മുകളിൽ വയ്ക്കുകയാണ് ചെയ്യുക. ഇത്രയും പരത്തിയ ശേഷം ഈ പ്ലേറ്റിന് മുകളിൽ കുറച്ച് പൊടി ഇടുക. അതിന് മേലെ പരത്തിയിടുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് അടുത്തതും ഇതിന് മേലെയായിട്ട് ഓരോന്നും പരത്തിയിടുക. ഇങ്ങനെ പരത്തി അട്ടിക്ക് വെച്ചിരിക്കുന്നത് മറിച്ച് ഇടുക. എന്നിട്ട് ആദ്യത്തേത് എടുക്കുക. എന്നിട്ട് ഇതുവരെ പൊടി വെച്ചല്ലേ പരത്തിയ, ഇനി എണ്ണ വെച്ച് പരത്തല്ല, ഇതിങ്ങനെ വലിച്ച് നീട്ടിയെടുക്കുക. വേണമെങ്കിൽ വീശി അടിക്കുകയും ചെയ്യാം. ഞാനങ്ങനെ ചെയ്യാറില്ല, എനിക്കറിയില്ല അങ്ങനെ ചെയ്യാം. വലിച്ചതിന് ശേഷം ഇതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ കൈകൊണ്ട് വലിക്കുക. ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിൽ സൺഫ്ലവർ ഓയിലും ബട്ടറും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഇതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ എടുക്കുക. ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഓരോന്നും എടുത്ത് പരത്തിയിട്ട് ചുട്ടെടുക്കുക. കൈകൊണ്ട് പരത്തുക. ചട്ടിയിൽ എണ്ണയൊക്കെ ചുട്ടെടുക്കുക. അടുത്തെടുക്കുക. അതുപോലെ പരത്തിയെടുക്കുക. എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുക. എല്ലാം ഇതുപോലെ
പരത്തി ചുട്ടെടുക്കാം. അങ്ങനെ ഉണ്ടാക്കി വെച്ചത് 2 എണ്ണം അട്ടയ്ക്ക് വെച്ച് നമ്മൾ അടിച്ചെടുക്കും. പൊറോട്ട റെഡി.